മാജിക് അവനിലേക്ക് സ്വാഗതം. വേനൽക്കാലത്തിന്റെ അത്യുഷ്ണത്തിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാ വർഷത്തിൽ നിന്നും വ്യത്യസ്തമായി എനിക്ക് തോന്നുന്നു ഈ വർഷം ഏറ്റവും കൂടുതൽ വേനൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂര്യതാപം വളരെ കൂടുതൽ. എങ്കിലും സന്തോഷത്തിൻ്റെ കുറച്ച് പ്രത്യേക ദിവസങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വേനൽക്കാലത്ത് എടുത്തു പറയാവുന്ന ഒരു ഫെസ്റ്റിവലാണ് നമ്മളുടെ വിഷു. നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു മാസം കൂടിയാണ് മേടമാസം. അപ്പോൾ മേടമാസത്തിലേക്ക് കടക്കുന്നത് തന്നെ വിഷുവോടുകൂടിയാണ്. മേടം 1 എന്ന് പറഞ്ഞാൽ ഏറ്റവും ഓസ്പീഷ്യസ് ആയിട്ടുള്ള ദിവസം, അതായത് ഏറ്റവും ഐശ്വര്യം നിറഞ്ഞ ഒരു ദിനം. അപ്പോൾ വിഷുപ്പുലരി എന്ന് പറയുന്നതിന് എന്തുമാത്രം പ്രാധാന്യമുണ്ട് നമ്മളുടെ ജീവിതത്തിൽ. അപ്പോൾ നമ്മളെല്ലാം കൊച്ചു കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ ഉണ്ട്. ഇപ്പോൾ എൻ്റെ ജനറേഷനും എൻ്റെ അമ്മയുടെ ജനറേഷനും അല്ലെങ്കിൽ അതിൻ്റെ മുന്നത്തെ ജനറേഷനും എല്ലാം തന്നെ നമ്മളെല്ലാവരും കണ്ടു വളർന്നതും കേട്ട് വളർന്നതുമായ ഒരു ഫെസ്റ്റിവലാണ് വിഷു. വിഷു മലയാളിയുടെ കേരളത്തിൻ്റെ ഒരു തനതായ സംസ്കാരത്തിൻ്റെയും സംസ്കാര പെരുമയുടെയും ഒക്കെ ഒരു ഉത്സവം കൂടിയാണ്. അപ്പോൾ ഇതൊരു കാർഷിക ഉത്സവം പോലെ തന്നെയാണ്. പ്രത്യേകിച്ച് പറഞ്ഞാൽ നമുക്ക് ഒരുപാട്, അതായത് പല രീതിയിൽ നോക്കാം. അതായത് കർഷകർക്കെല്ലാം തന്നെ ഇപ്പോൾ വിത്ത് വിതയ്ക്കാനും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മളുടെ ഒരു എന്താ പറയുക കൃഷി വിഭവങ്ങളുടെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് അങ്ങനെ തന്നെ പറയാം. പിന്നെ ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും അതൊരു നല്ല തുടക്കമായിരിക്കണം എന്ന് പറയുന്നത്. നമ്മൾ പറയുന്നത് ഫൗണ്ടേഷൻ നല്ലതാണെങ്കിൽ പിന്നെ അതിൻ്റെ മുകളിലേക്ക് കെട്ടിപ്പടുക്കുന്ന കാര്യങ്ങൾ അടിത്തറയാണ് വേണ്ടത്. അപ്പോൾ അടിത്തറ ഏറ്റവും ഭംഗിയായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു വർഷത്തേക്കുള്ള എല്ലാ സമൃദ്ധിയും സന്തോഷവും ഒക്കെ നമുക്ക് കിട്ടുന്ന ഒരു ദിവസമാണ്. അപ്പോൾ അന്നത്തെ കാഴ്ച വളരെ പ്രധാനമാണ്. അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് വിഷുക്കണി എന്നുള്ള ഒരു കോൺസെപ്റ്റ്. അപ്പോൾ വിഷു ദിവസം രാവിലെ തന്നെ നമ്മൾ എന്താണ് കാണുന്നത്, നമ്മൾ കണി കണ്ട് ഉണരുന്നത് എന്താണോ ആ മനോഹരമായ ദൃശ്യങ്ങളും കാഴ്ചകളും ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും ഒക്കെ തന്നെയായിരിക്കും നമ്മളുടെ ആ ഒരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്നതെന്നുള്ള ഒരു വിശ്വാസം. അതുകൊണ്ട് തന്നെയാണ് ഒരു വിഷുക്കണി എന്ന് പറയുന്ന ഒരു രീതി, അതായത് ഒരു ഉരുളിയിൽ പഞ്ചലോഹത്തിൽ നിർമ്മിച്ചൊരു ഉരുളിയിൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ, ആ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാം തന്നെ കളർഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ, കൂടുതലും മഞ്ഞയ്ക്ക് പ്രാധാന്യമുള്ളൊരു സമയമാണ്. മഞ്ഞ നിറം, ഐശ്വര്യത്തിൻ്റെ നിറം. അപ്പോൾ മഞ്ഞ നിറത്തിൽ കണിക്കൊന്നയും പിന്നെന്താ ധാരാളമായിട്ട് പിന്നെ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളായിട്ട് ഇപ്പോൾ മഞ്ഞ നിറത്തിലെ വെള്ളരിക്ക ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ ചക്ക, മാങ്ങ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു ഉരുളി. അതിനകത്ത് നല്ലൊരു ദീപം കത്തിയിട്ടുണ്ടാവും, അതായത് വെളിച്ചം. ആ ദീപം കണ്ടുകൊണ്ടാണ് നമ്മൾ ഉണരുന്നത് തന്നെ. അപ്പോൾ ദീപം എന്താണ് സിംബലൈസ് ചെയ്യുന്നത്? ദീപം എന്ന് പറയുന്നത് അതൊരു നമ്മൾക്ക് വെളിച്ചം എന്ന് പറയുമ്പോൾ അത് അജ്ഞത മാറ്റി നമുക്ക് ജ്ഞാനം തരുന്നൊരു കാര്യം കൂടിയാണ് ഈ വെളിച്ചം. അപ്പോൾ നമ്മളുടെ ജീവിതത്തിലേക്ക് ഇരുട്ട് മാറി നല്ല വെളിച്ചം വരട്ടെ എന്നുള്ള ആ പ്രത്യാശ, അതാണ് വെളിച്ചം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ സ്വർണം, പിന്നെ അതോടൊപ്പം ഈ കസവിൻ്റെ നിറം, ഇതെല്ലാം തന്നെ എല്ലാം ബ്രൈറ്റ് ആയിട്ടുള്ള. പിന്നെ ഒരു വാൽക്കണ്ണാടി, അതിലൂടെ നമ്മൾ കാണുന്നത് നമ്മുടെ തന്നെ മുഖമാണ്. അത് മറ്റൊരു കോൺസെപ്റ്റാണ്. നമ്മൾ ഭഗവാനെ കാണുന്നു, ശ്രീകൃഷ്ണ ഭഗവാൻ അല്ലെങ്കിൽ വിഷ്ണു ഭഗവാൻ എന്നുള്ളൊരു കോൺസെപ്റ്റ്. അതേസമയം നമ്മൾ നമ്മളെ തന്നെ നമ്മുടെ മുഖം ആ വാൽക്കണ്ണാടിയിൽ കാണുമ്പോൾ നമ്മുടെ ഉള്ളിലെ നന്മകളൊക്കെ നമ്മൾ തിരിച്ചറിയും, നമ്മളിലുള്ള ശക്തി നമ്മൾ തിരിച്ചറിയുക. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് വിഷു എന്നുള്ള ഈ മനോഹരമായ ഒരു ഫെസ്റ്റിവലിൻ്റെ സങ്കല്പം. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്നൊരു കാര്യമാണ്. ഇതിനോടൊപ്പം വീട്ടിലെ മുതിർന്ന കാരണവർ കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും വിഷുക്കൈ നീട്ടം കൊടുക്കുന്ന ഒരു രീതി. അപ്പോൾ സ്വർണ്ണ നാണയം മുതൽ 1 രൂപ തൊട്ട് വരെ കൊടുക്കാൻ പറ്റുന്ന ഓരോരുത്തരുടെയും ആസ്തിക്കനുസരിച്ചിട്ട് എത്രയുണ്ട് സമ്പത്ത് അതനുസരിച്ചിട്ട് വീട്ടിലുള്ളവർക്കും ഒരു പക്ഷേ പുറത്തുനിന്ന് വരുന്നവർക്കും എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ ഒരു സൽക്കർമ്മം, അതും ഇതിൻ്റെ ഭാഗമാണ്. ഇതെല്ലാം ഐശ്വര്യമാണ് പ്രദാനം ചെയ്യുന്നത്, ഐശ്വര്യത്തിൻ്റെ അടയാളങ്ങളും ചിഹ്നങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഈ വീട്ടിലെ വീട്ടമ്മയാണ്, വീട്ടിലെ തലമുതിർന്ന അമ്മയാണ് രാവിലെ തന്നെ വെളുപ്പാങ്കാലത്ത്, പണ്ട് തൊട്ടെന്ന് വെച്ചാൽ അങ്ങനെയാണ്, രാത്രി ഒരുക്കി വെക്കും, പൂജാമുറിക്കകത്ത് ഇങ്ങനെ വിഷുക്കണി ഒരുക്കി വെക്കും. എന്നിട്ട് അതിരാവിലെ വിളക്ക് കത്തിച്ച് വീട്ടിലെ കുട്ടികളെയും എല്ലാവരും കണ്ണു പൊട്ടിക്കൊണ്ടുപോയി മനോഹരമായി കാഴ്ച, ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും കാഴ്ച കാണിച്ചു കൊടുക്കുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് ഉണരുന്ന ഒരു ദിവസമാണ്. അത് ആ ഒരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ പുതുവസ്ത്രങ്ങൾ, പിന്നെ വിഷുക്കൈ നീട്ടം, പിന്നെ ഒരു നല്ല സദ്യ, ഇതൊക്കെയാണ് അന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇപ്പോൾ നമ്മൾ കേരളത്തിലെ ആൾക്കാർ വിഷു എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്നു. പിന്നെ വിഷുക്കണി, വിഷു പൊന്ന, ഈ വിഷു മേടമാസത്തിൽ മാത്രം പൂക്കുന്ന ഒരു മനോഹരമായ എന്താ പറയുക കാഴ്ചയാണത്. മഞ്ഞ നിറത്തിലുള്ള പുഷ്പം, അതാണ് നമ്മുടെ കൊന്നപ്പൂ. അപ്പോൾ ഈ കൊന്നപ്പൂ പൂക്കുന്ന ദിവസമാണ്. അത് സൂര്യൻ ഇങ്ങനെ ഏറ്റവും ഷാർപ്പായിട്ട് ഏറ്റവും നല്ല സ്ട്രോങ് ആയി നിൽക്കുന്ന ഒരു പൊസിഷനിൽ വരുമ്പോൾ മാത്രമേ കൊന്ന പൂക്കുള്ളൂ എന്നാണ് പറയുന്നത്. ആ ചൂടിനനുസരിച്ചിട്ടാണ്. അപ്പോൾ ആ ഒരു സിംബോളിക്കാണ് അത് ആ പൂജാമുറിയിൽ ധാരാളം കൊന്നപ്പൂക്കളാണ്. അപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചയിൽ ആ മഞ്ഞ പൂക്കളാണ് നമ്മളെ വരവേൽക്കുന്നത്. അതെല്ലാം ഭഗവാന്റെ, വിഷ്ണു ഭഗവാന്റെ കണ്ണുകളായിട്ട് വേണമെങ്കിൽ സങ്കല്പിക്കാം. അതൊരു ഐശ്വര്യം നമ്മൾക്ക് ഇങ്ങനെ കിട്ടുന്ന പോലെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സങ്കല്പങ്ങളിലൂടെ കടന്നു പോകുന്ന ദിവസമാണ് നമ്മുടെ വിഷു. അപ്പോൾ വിഷു എന്ന് പറയുന്നത് നമ്മുടെ ഇതൊരു സ്പെഷ്യൽ എപ്പിസോഡൊന്നും അല്ല.
വിഷുവിൻ്റെ അല്ല, പക്ഷേ ഒരു റെഗുലർ എപ്പിസോഡാണ്. എങ്കിൽ പോലും നമ്മൾ ഇനി ഉറ്റുനോക്കുന്നത് ആ വിഷു ദിവസത്തേക്കാണ്. അതുകൊണ്ട് തന്നെ മാജിക് അവൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഞാൻ ആദ്യമേ തന്നെ വിഷുദിന ആശംസകൾ നേരുകയാണ്. അപ്പോൾ ഈ ഒരു വിഷുവിന് വേണ്ടിയിട്ട് നിങ്ങളുടെ തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്നൊരു വിഷു തന്നെയാണ് ആഘോഷിക്കുന്നത്. ഇന്നത്തെ നമ്മളുടെ വിഷു വിഭവമായിട്ട് ഞാനിന്നൊരു പായസമാണ് തയ്യാറാക്കുന്നത്. ഈ പായസം എന്ന് പറയുമ്പോൾ ഇതൊരു സ്പെഷ്യൽ പായസം എന്ന് വെച്ചാൽ നമ്മളുടെ ഒരു ഭയങ്കര തനതായ ഒരു പായസമാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് അരവണ. അരവണ എന്ന് പറയുമ്പോൾ ഇങ്ങനെ എന്താ പറയുക, പ്രഥമനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒഴിച്ച് കഴിക്കുക. അരവണ എപ്പോഴും ഇങ്ങനെ കട്ടിപ്പായസമാണ്, നമ്മളൊരു സൈഡിൽ വെച്ചിട്ട് അത് കഴിക്കണം. പക്ഷെ നല്ല മധുരവും നല്ലൊരു ഡാർക്ക് കളറുള്ള ഇങ്ങനെ നെയ്യെല്ലാം ഇങ്ങനെ കിഞ്ഞ് വരുന്ന ഒരു സ്വാദുള്ള, വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു പായസമാണ് അരവണ. അപ്പോൾ അരവണ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതാണ്. അപ്പോൾ ഇപ്രാവശ്യത്തെ വിഷുവിൻ്റെ മാജിക് അവൻ്റെ സ്പെഷ്യൽ അരവണയാണ്. അപ്പോൾ ഈ അരവണ പായസം എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ചെയ്തത് എന്തൊക്കെയാണ്: ചമ്പാ പച്ചരി 1/4 കിലോ, ശർക്കര 1 കിലോ, നെയ്യ് 350 ഗ്രാം, പഞ്ചസാര 1/4 കപ്പ്, അണ്ടിപ്പരിപ്പ് 50 ഗ്രാം, കിസ്മിസ് 50 ഗ്രാം, ചുക്കുപൊടി 1 ടീസ്പൂൺ, ഏലക്ക പൊടിച്ചത് 1/2 ടീസ്പൂൺ, കൽക്കണ്ടം പൊടിച്ചത് 1/4 കപ്പ്, വെള്ളം 7 കപ്പ്. അപ്പോൾ നമുക്ക് അരവണ പായസം തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ അരവണയ്ക്ക് വേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് ചേരുവകളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ചമ്പാ പച്ചരിയിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പം നെല്ല് കുത്തിയ ചമ്പാ പച്ചരി ആണെങ്കിലാണ് ഏറ്റവും നല്ല. നമ്മൾ വീട്ടിൽ ഇപ്പോൾ പാടാണല്ലോ, കൃഷിയൊന്നും പല വീടുകളിലും ഇല്ല. അപ്പോൾ നമ്മൾ കടയിൽ നിന്നാണ് പലപ്പോഴും വാങ്ങുന്നത്. പണ്ടത്തെ കാലമാണെങ്കിൽ അതെല്ലാം ഓക്കെയാണ്. നമുക്ക് വീട്ടിൽ തന്നെ കൃഷി ചെയ്ത് അരിയെല്ലാം വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ചമ്പാ പച്ചരി ഇങ്ങനെ ഒരു എടുത്ത് വയ്ക്കാം. ഇത് 1/4 കിലോ ആണ്. മെഷർമെൻറ്റ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത്രയും വേണോ, 1/4 കിലോ അരിക്ക് 1 കിലോ ശർക്കരയോ എന്നൊക്കെ തോന്നും. പക്ഷേ ഇത് അരവണ പായസമാണ്, അപ്പോൾ അതിന് പ്രത്യേകതകൾ ഒരുപാടാണ്. അപ്പോൾ ചമ്പാ പച്ചരി റെഡിയാക്കി വയ്ക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ ചെയ്യുന്ന ആദ്യം അരി ഈ വേകാനായിട്ട് ആവശ്യമുള്ള വെള്ളം ഒരു 6 മുതൽ 7 കപ്പ് വെള്ളം വരെ വേണ്ടി വരും. വെള്ളം തിളപ്പിക്കാനായിട്ട് വയ്ക്കും. വെള്ളം തിളച്ച് കഴിഞ്ഞിട്ട് അരി കഴുകി അതിനകത്തേക്ക് പ്രത്യേകം വേവിച്ച് വറ്റിച്ചെടുക്കണം. അതേസമയം ഇപ്പുറത്തെ അടുപ്പിൽ 2 അടുപ്പിലായിട്ട് ചെയ്യാം. ശർക്കര പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് 1 കിലോ. അത് ഉരുക്കി അതിൻ്റെ അഴുക്കെല്ലാം മാറ്റി അരിച്ചെടുത്തിട്ട് വേണം നമ്മൾ പായസം തയ്യാറാക്കാൻ. അരവണം. ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം, ഒരുപാടൊന്നും വേണ്ട, ഒരു 1/4 കപ്പോളം വെള്ളം അടുപ്പത്തിച്ചു. അപ്പോൾ ഒന്ന് ഉരുകി റെഡിയായി വരും. ഇപ്പോൾ ശർക്കര നന്നായിട്ട് ഉരുകി കഴിഞ്ഞു. ഇനി ഇത് മാറ്റി വയ്ക്കാം. അല്പസമയം കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ പത പോലെ വരുന്ന അവിടെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് അഴുക്കുണ്ടാവും. അതെല്ലാം ഇങ്ങനെ വെട്ടി മാറ്റി പിന്നെ അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. അപ്പോൾ ഇച്ചിരി കൂളിയാനായിട്ട് ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മളുടെ അരിയുടെ കാര്യം ചെയ്യാം. വെള്ളം നല്ല തിളച്ച് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചമ്പാ പച്ചരി, ഇത് 1/4 കിലോ, 7 കപ്പ് വെള്ളമുണ്ട്. 6 മുതൽ 7 കപ്പ് വരെ ആകാം. എന്തായാലും നന്നായിട്ടൊന്ന് വേഗട്ടെ. അപ്പോൾ എന്തായാലും അരി വേഗട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ അരി പാകത്തിന് വെന്ത് വറ്റിയിട്ടുണ്ട്. നന്നായിട്ട് വേഗട്ടെ. വെന്തില്ലെങ്കിൽ പിന്നെ ശർക്കരയുടെ കൂടെ വരട്ടി വരുമ്പോൾ കടിക്കും. ഇങ്ങനെ ചിലർക്ക് അരവണ ഇങ്ങനെ അരി കടിക്കുന്നതാണ് ഇഷ്ടം. പക്ഷെ അല്ലെങ്കിൽ നല്ല സോഫ്റ്റ് ആകണമെന്നുണ്ടെങ്കിൽ അരി നന്നായിട്ട് വേഗണം. എനിക്ക് കുറച്ച് വേകുന്ന രീതിയിലുള്ളൊരു അരവണയാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് ചോറ് വേവിച്ച് തരും. അപ്പോൾ ഇത് നമ്മുടെ ചമ്പാ പച്ചരി 1/4 കിലോ, ഒരു 7 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കും. പിന്നെ നമ്മളിത് ഉരുളിയിലേക്ക് മാറ്റാൻ പോകണം. അപ്പോൾ ഇനി നമ്മളുടെ അരവണയുടെ ആക്കലെല്ലാം ഉരുളിയിലാണ്. ഇതാണ് ഐശ്വര്യത്തിൻ്റെ ഏറ്റവും നല്ലൊരു സിമ്പിളായിട്ട് നമുക്ക് പറയാം. ഉരുളി നല്ല സ്വർണ്ണ നിറത്തിലെ ഉരുളിയിലേക്ക് അടുപ്പ് കത്തിച്ചു കൊടുക്കാം. അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന അരി വേവിച്ച് വറ്റിച്ചതാണ്. ഊറ്റിക്കളയുന്നതല്ല, വെള്ളം വറ്റി വരും. ഇനി നമ്മളുടെ നോൺ സ്റ്റിക്ക് മറ്റു കാര്യങ്ങളുടെയൊക്കെ കാര്യം മാറുകയാണ്. ഇനി ഇതിലേക്ക് ഡയറക്റ്റായിട്ട് ശർക്കര ഉരുക്കി അരിച്ച് അതിൻ്റെ അഴുക്കെല്ലാം മാറ്റിയതാണ്. നല്ല തേൻ പോലെ ഇരിക്കുന്ന ശർക്കര സിറപ്പ്. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസിയും പ്രധാനമാണ്. ഒരുപാട് വെള്ളം പോലെ ആയിക്കഴിഞ്ഞാൽ ഒത്തിരി സമയം എടുക്കുക ആ വെള്ളം ഒന്ന് വറ്റിക്കിട്ടാൻ. ഇനി ഇത് രണ്ടും കൂടി കിടന്ന് നന്നായിട്ടൊന്ന് വറണ്ട് വേണം. അപ്പോൾ 1 കിലോ ശർക്കര ഉരുക്കിയതും 1/4 കിലോ ചമ്പാ പച്ചരി വേവിച്ചത്. എന്തായാലും ഇതൊന്ന് മുറുകി ഒന്ന് വറണ്ട് വരട്ടെ. അതുവരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി. ഇപ്പം നമ്മുടെ ശർക്കര
ഉരുക്കിയതും പിന്നെ വേവിച്ച് അരിയും കൂടി ചേർന്നിട്ട് നന്നായിട്ട് വറണ്ട് മുറുകിക്കഴിഞ്ഞു, ടൈറ്റായി. ഈ വെള്ളമൊക്കെ വെറ്റി കണ്ടില്ലേ, നല്ല വറണ്ട് വന്നു. ഇതുവരെ നമ്മൾ നെയ്യൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഇനി നമ്മളിതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര അത് ചേർക്കാം. കളന്ന് വെച്ചിട്ടുണ്ട് 1/4 കപ്പ് പഞ്ചസാര. അപ്പോൾ 1 കിലോ ശർക്കര ഉണ്ട് ഇതിനകത്ത്, എങ്കിലും ഇതിന് ഒരു 1/4 കിലോ പഞ്ചസാരയും കൂടി ചേർക്കണം. ഇനി പഞ്ചസാരയും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് വറട്ടി ഒന്ന് ടൈറ്റാകണം, മുറുകി വരണം. അങ്ങനെ ഒന്ന് മുറുകി കഴിഞ്ഞിട്ടാണ് നമ്മളിതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യ് ഏതാണ്ട് 350 ഗ്രാമോളം നെയ്യ് എടുത്ത് വെക്കണം. അത് 3 പ്രാവശ്യമായിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു അരമണിയിൽ ചേർക്കുന്നത്. ഇതിൻ്റെ 1/3, അതായത് 1/3 ഭാഗം ഇനി പഞ്ചസാരയുടെ കൂടെ കിടന്ന് വറണ്ട് കഴിഞ്ഞിട്ട് ചേർക്കും. അപ്പോൾ വറണ്ട് കഴിഞ്ഞിട്ടില്ല, പഞ്ചസാരയുടെ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വറണ്ട് വരട്ടെ. അപ്പോൾ പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വറണ്ട് കഴിഞ്ഞു, നല്ല ടൈറ്റായി കഴിഞ്ഞു. അല്ലേ, ടൈറ്റ് ആവാന്ന് പറയുമ്പോൾ നല്ല മുറുകി ഇങ്ങനെ വരും. അപ്പോൾ ഇളക്കുമ്പോൾ നമുക്ക് കുറച്ച് സ്ട്രെയിൻ തോന്നും, നമുക്ക് ചില ഒരു ബലം കൊടുക്കേണ്ട ഒരവസ്ഥയിലേക്ക് പോകും. അതാണ് നല്ല മുറുകുന്നത് പാകം. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മൾ നെയ്യ് ഒഴിച്ച് തുറന്നാൽ പോകും. തീ ഒരൽപ്പം കുറയ്ക്കാം. എന്നിട്ട് ഇത് 350 ഗ്രാം നെയ്യുണ്ട്. ഇതിനെ 1/3 ഭാഗം ഒഴിക്കും. അപ്പോൾ ആദ്യത്തെ 1/3 ഒരു ഭാഗം ഒഴിച്ചു. ഇനി നന്നായിട്ട് ഇളക്കി ഇതിൻ്റെ കൂടെ യോജിച്ചു. ഇപ്പോൾ കാണുന്ന ഇങ്ങനെ നെയ്യ് ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നത്, ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യില്ല. ഇനി കുറച്ച് കഴിയുമ്പോൾ ഉള്ളിലേക്ക് പോകും. ഉള്ളിലേക്ക് പോകുന്ന അത്രയും സമയം നമ്മളിങ്ങനെ ഇളക്കി വറുത്തെടുക്കും. ഇതിൽ നമ്മൾ ഹെൽത്ത് കോൺഷ്യസ് കാര്യങ്ങളൊക്കെ നോക്കിയാൽ നമുക്ക് റിയൽ അരവണ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ വളരെ കുറച്ചേ കഴിക്കാവുള്ളൂ. ധാരാളം കലോറീസ് അടങ്ങിയ കാര്യമാണ്. പക്ഷേ ഇത് ഫെസ്റ്റിവൽ സീസൺ, എന്തെങ്കിലും വിശേഷ അവസരങ്ങളിൽ ഉണ്ടാക്കുന്നു, കുറച്ച് പേരിന് വേണ്ടി കുറച്ച് കഴിക്കും. അപ്പം നെയ്യെല്ലാം നമ്മുടെ അരവണയിലേക്ക് ചേർന്ന് കഴിഞ്ഞു. അപ്പം നമ്മുടെയൊക്കെ മുത്തശ്ശിമാരും അമ്മമാരും ഒക്കെ പണ്ട് ചെയ്തിരുന്ന ഒരു രീതിയുണ്ട്. ആ ഒരു രീതിയാണ് നമ്മൾ പല പാചക പരീക്ഷണങ്ങൾ, പ്രത്യേകിച്ച് പറഞ്ഞാൽ ട്രഡീഷണൽ ഡിഷസ്, പണ്ടത്തെ കാര്യം. അപ്പം നമ്മളുടെ തലമുറകൾ കൈമാറി വന്ന വിഭവങ്ങളെല്ലാം അത് അതിൻ്റേതായ തനതായ രീതിയിൽ തന്നെ നമ്മൾ ചെയ്യണം. എൻ്റെ വീട് മാത്രമല്ല, പല കുടുംബങ്ങളിലും ഇതുപോലെ പല വിഭവങ്ങൾ അവരുടേതായ ഒരു രീതിയിൽ ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ ആ ഒരു രീതി തന്നെ ഫോളോ ചെയ്യും. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഒരു ട്രഡീഷണൽ റെസിപ്പി ഉപയോഗിച്ചു. അപ്പം നെയ്യ് ഇത് ആദ്യം ചേർത്ത നെയ്യ് ഇതിനകത്തേക്ക് യോജിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ നന്നായിട്ട് വറന്നു. ഇനി ബാക്കി പറയും. ഇനി ഒരു 1/3 അപ്പോൾ രണ്ടാമത്തെ 1/3 ഒരു ഭാഗം കൂടി ചേർത്തു. ഇനി ഒരു ഭാഗം കൂടിയുണ്ട്. അപ്പോൾ നമ്മുടെ അരവണ ഏതാണ്ട് റെഡിയായി കഴിഞ്ഞു എന്ന് തന്നെ പറയാം. അപ്പോൾ ഈ ഒരു നെയ്യും ഇതിൻ്റെ കൂടെ നന്നായിട്ട് യോജിച്ച് വറന്നെടുക്കും. നല്ലൊരു മണമൊക്കെ വരികയാണ്. അങ്ങനെ അരവണ പായസം ഇങ്ങനെ റെഡിയാകുന്ന ഒരു മണം, നെയ്യുടെയും ആ വറണ്ട ശർക്കരയുടെ ഒക്കെ ഒരു മണമാണ് വരുന്നത്. ഇനി ഒരു അവസാനത്തെ ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് അരവണ മേക്കിങ്ങിൻ്റെ. കണ്ടല്ലോ നമ്മൾ ചേർത്ത കാര്യങ്ങൾ. ഇനി ഈ ചട്ടുകത്തിൽ നിന്നും ഇങ്ങനെ മുറിഞ്ഞ് വീഴുന്നൊരു പാകം, അതാണ് നമുക്ക് വേണ്ടത്. പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നൊരു പാകം, ഇങ്ങനെ ചട്ടുകത്തിൽ നിന്നും ഇങ്ങനെ മുറിഞ്ഞ് വീഴുന്നൊരു പാകം, ഇതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. നല്ല വറണ്ടു എന്ന് മനസ്സിലാക്കേണ്ടത്. ഏതാണ്ട് ഒരു ഹൽവ മാതിരി. ഇനി നമ്മളിതിലേക്ക് മണം, പായസം എന്ന് പറഞ്ഞാൽ എന്താ, ഏലക്കയുടെ മണം ഉണ്ടാവണം. 1.5 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, അതുപോലെ മധുരമല്ലേ, അല്പം ഒരു ചുക്കിൻ്റെ ഒരു സ്വാദ് ഇതിന് വളരെ ചേരുന്നതാണ്. ഏതാണ്ട് ഒരു 1 ടീസ്പൂൺ മുതൽ 1.5 ടീസ്പൂൺ വരെ ചുക്ക് പൊടിയും ചേർക്കും. ചുക്കുപൊടി, അതായത് ഡ്രൈ ജിഞ്ചർ പൗഡർ, ചുക്കിൻ്റെ പൊടി, ഉണങ്ങിയ ഇഞ്ചിപ്പൊടിയാണ്. അപ്പോൾ ഈ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനും നല്ല മണം വരാനും രുചി കൂടാനുമാണത് ചേർക്കുന്നത്. അപ്പോൾ ചുക്ക് പൊടിയും ചേർത്തു, ഏലക്ക പൊടിയും ചേർത്തു. നല്ലതായിട്ട് വറണ്ട് കഴിഞ്ഞു. നല്ല ഏലക്കയുടെയും ചുക്കിൻ്റെയൊക്കെ മണവും നെയ്യുടെ മണവും എല്ലാം കൂടി പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു ഫീലാണിപ്പോൾ. റെഡിയായി കഴിഞ്ഞു. ഇനി തീ ഒരൽപ്പം കുറച്ചിരുന്നു ഞാൻ.
അപ്പോൾ നമ്മുടെ അരവണ ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഞാൻ തീ വളരെ കുറച്ച് ട്രിക്കുമാണ്. ഈ സമയം നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് ബാക്കിയിരിക്കുന്ന നെയ്യ്, അപ്പോൾ 350 ഗ്രാം നെയ്യ് 3 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്ത് 3ആയിട്ട് ഭാഗിച്ച് ആദ്യത്തെ ഭാഗം പഞ്ചസാരയും കൂടി ചേർത്ത് വറണ്ടതിന് ശേഷം ശർക്കര ചേർത്ത് വറണ്ടു. അത് കഴിഞ്ഞ് പഞ്ചസാരയും ചേർത്ത് നമ്മുടെ അരവണ വറണ്ട് കഴിഞ്ഞിട്ട് അതിലേക്ക് ഒരു ഭാഗം 1/3 ഭാഗം നെയ്യ് ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചു. പിന്നെ അത് നന്നായിട്ട് യോജിച്ച് വറണ്ട് വരുമ്പോൾ അടുത്ത 1/3 ഭാഗം സെക്കൻഡ് ലോട്ട് ചേർക്കുന്നു. പിന്നെ ബാക്കി ഉണ്ടായിരുന്നു അതും ഇപ്പോൾ നന്നായിട്ട് ഈ അരവണയിൽ യോജിച്ച് കഴിഞ്ഞു. ഇനി ബാക്കിയിരിക്കുന്ന നെയ്യാണ് നമ്മളിപ്പോൾ ചൂടാക്കാൻ വെച്ചിരിക്കുന്നത്. നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് അണ്ടിപ്പരിപ്പും കിസ്മിസും 50 ഗ്രാം ഇവിടെ റെഡിയാണ്. അതിട്ട് വറുത്ത ആ നെയ്യോടുകൂടി നമ്മൾ ഈ അരവണയിലേക്ക് ഇതിങ്ങനെ കണ്ടല്ലോ, ഇതാണ് പാകം. ഉരുളിയിൽ നിന്ന് വിട്ടു വരുന്ന പാകം, അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ മുറിഞ്ഞു വീഴുന്ന ഒരു പാകം റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോഴത്തേക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പ് കിസ്മിസും കൂടി റെഡിയാണ്. അപ്പോൾ അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ട് അതേ അടുപ്പിൽ വെച്ച് വേണമെങ്കിലും നെയ്യ് ചൂടാക്കി അണ്ടിപ്പരിപ്പ് കിസ്മിസും വറുക്കും. പിന്നെ മണവും മറ്റു കാര്യങ്ങളും എല്ലാം ആയിക്കഴിഞ്ഞു. ഇതിൻ്റെ ഫ്ലേവറിങ് കാര്യങ്ങളെല്ലാം ചേർത്തില്ല, ചുക്കുപൊടിയും ഏലക്കാപ്പൊടിയും ചേർത്ത്. അപ്പോൾ സുന്ദരമായ സ്വാദിഷ്ടമായ അരവണ ഇവിടെ ഓൾമോസ്റ്റ് റെഡി, ഏകദേശം റെഡിയായി കഴിഞ്ഞു. നമ്മുടെ വിഷു സ്പെഷ്യൽ. നമ്മുടെ നാട്ടിലാണ് നമ്മൾ വിഷു, ഈ ഒരു മേടമാസത്തിലെ വിഷുവിന് ഇത്രയും പ്രാധാന്യം കൊണ്ട് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാനത്തിൽ മാത്രമാണെന്ന് നമുക്ക് തോന്നുന്നതാണ്. പക്ഷെ അങ്ങനെയല്ല, ഇതൊരു ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ പോലെ ഇത് എല്ലാ സ്ഥലത്തും മറ്റ് സംസ്ഥാനങ്ങളിലും ഉണ്ട്. പക്ഷെ അവിടെ വിഷു എന്നല്ല പറയുന്നത്, വേറെ പേരിലും അതേ ഡേറ്റ് ആവില്ല. പക്ഷേ മേടമാസത്തിൽ തന്നെ ഏകദേശം അടുത്തടുത്ത സമയങ്ങളിലാണ്. ബീഗു എന്ന് പറഞ്ഞാൽ ആസാമീസ് ബീഗു ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ് നടത്തും. പിന്നെ ഉഗാഡി എന്ന് പറഞ്ഞിട്ട് പിന്നെ ആന്ധ്രാപ്രദേശിലും കർണാടകയിലും ഒക്കെ ഇതേപോലെ ഒരു വിഷു പോലത്തെ സിമിലർ ആയിട്ടുള്ള ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ഉണ്ട്. അവർക്കും എല്ലാം വലിയ ആഘോഷമാണ് നമ്മുടെ വിഷു പോലെ തന്നെ. ഇതെല്ലാം ഏകദേശം ഒരേ സമയത്താണ് ഈ സ്ഥലങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളിലും ആന്ധ്ര കർണാടകയിലെ ഉഗാഡി ഫെസ്റ്റിവൽ, ആസാമിലെ ബീഗു ഫെസ്റ്റിവലൊക്കെ നടക്കുന്നത്. നമ്മുടെ നാട്ടിൽ വിഷു. ഇപ്പം നെയ്യ് ചൂടായി കൊണ്ടിരിക്കുന്നു. ഇതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പ് ഏതാണ്ട് ഒരു പകുതി മൂത്ത് തുടങ്ങും. പകുതി മൂപ്പാകുമ്പോൾ അതിലേക്ക് കിസ്മിസ് കൂടി ചേർക്കും. തീ ഓഫ് ചെയ്തിട്ടാണ്. അണ്ടിപ്പരിപ്പ് മൂത്ത് തുടങ്ങി, കിസ്മിസും കൂടി ചേർക്കും. ഇപ്പോൾ പാകത്തിന് മൂത്ത് കഴിഞ്ഞു. തീ ഓഫ് ചെയ്യാം. അതിനകത്ത് നെയ്യോടുകൂടി തന്നെ അരവണയിലേക്ക് ചേർക്കുക. അപ്പം എല്ലാതെയും നന്നായിട്ടൊന്ന് ഇളക്കി അങ്ങനെ നമ്മുടെ അരവണ പായസം ഇവിടെ റെഡി. അപ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനെ അവസാനം നമ്മളിതൊക്കെ ഒഴിച്ച് എല്ലാം നന്നായിട്ടൊന്ന് വറക്കി എടുത്ത് കഴിയുമ്പോൾ അതൊന്ന് തീയെല്ലാം ഓഫ് ചെയ്ത് കഴിയുമ്പോൾ നെയ്യ് ഇങ്ങനെ തെളിഞ്ഞ് വരികയാണെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ആ നെയ്യ് ഇങ്ങനെ ഊറ്റി മാറ്റാം. കുറച്ച് നെയ്യ് എക്സസ് ആയിട്ട് കിടക്കുന്നു തോന്നുകയാണെങ്കിൽ അത് സ്പൂൺ കൊണ്ട് കോരി മറ്റൊരു പാത്രത്തിലേക്ക് അത് വേണമെങ്കിൽ. അതല്ലാന്നുണ്ടെങ്കിൽ അത് ഇതിൻ്റെ കൂടെ തന്നെ യോജിക്കുന്ന വരെയാണ് കോരി യോജിപ്പിച്ച് എടുക്കാം. അങ്ങനെ നമ്മളുടെ അരവണ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് ഇങ്ങനെ മുകളിൽ ഇച്ചിരി ഇങ്ങനെ നെയ്യ് പൊങ്ങിയിരിക്കുന്നില്ല, അതെല്ലാം കുറച്ച് നേരം കഴിഞ്ഞിട്ട് സ്പൂൺ കൊണ്ട് വേണമെങ്കിലും മാറ്റാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കൽക്കണ്ടം പൊടിച്ചതും കൂടി. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ ഫൈനലായിട്ടുള്ള അലങ്കാരം. ഇനി ഒരു ഇല വെച്ചിട്ട് അടച്ചൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഈ ഉരുളിയിൽ തന്നെ ഇരിക്കട്ടെ. ഉരുളിയിൽ ഇരുന്ന് തന്നെ അത് നന്നായിട്ട് സെറ്റായി വരും. പിന്നെ എക്സസ് ആയിട്ട് തോന്നുന്ന നെയ്യ് ഉണ്ടെങ്കിൽ സ്പൂൺ കൊണ്ട് കോരി മാറ്റാം. ഇല്ലെങ്കിൽ അതിനകത്തേക്ക് പിടിച്ച നെയ്യല്ല അതിനകത്ത് തന്നെ ഉണ്ടാവും. നന്നായിട്ട് ഇളക്കി എടുത്ത് തണുത്ത് കഴിഞ്ഞിട്ട് പാത്രങ്ങളിൽ സൂക്ഷിക്കാം. കേടാകാണ്ട് ഒരുപാട് ദിവസം ഇരിക്കും. കാര്യം ഒരുപാട് ദിവസത്തേക്ക് ബാക്കി വെക്കാൻ പറ്റില്ല, കാര്യം നമ്മൾ കഴിച്ചു തീർക്കുമല്ലോ. എങ്കിലും ഫ്രിഡ്ജിലൊന്നും വെക്കരുത്, പുറത്ത് തന്നെ സൂക്ഷിച്ച് ഭദ്രമായി നമ്മൾ ചക്ക വറുത്തിയതൊക്കെ വെക്കുന്ന പോലെ സൂക്ഷിക്കും.
അങ്ങനെ നമ്മളുടെ അരവണ പായസം ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നല്ല സ്വാദാണ്, വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു അരവണ പായസമായിരിക്കും. പിന്നെ നമ്മൾ ഹൽവ മേക്കിങ്ങിനൊക്കെ ഉള്ളതുപോലെ മുകളിൽ തെളിഞ്ഞ് വരുന്ന നെയ്യ് ഊറ്റി മാറ്റാം, അതൊന്നും പ്രശ്നമില്ല. ആ നെയ്യ് വേറെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. എന്തായാലും ഇതിന് ഇപ്പം ഞാൻ പറഞ്ഞ അളവിന് തന്നെ നെയ്യ് ചേർത്ത് ഈ രീതിയിൽ തന്നെ ചെയ്യുക, അപ്പോൾ ഇതേ റിസൾട്ട് കിട്ടും. അപ്പോൾ ഇപ്രാവശ്യത്തെ വിഷുവിന് തീർച്ചയായിട്ടും നിങ്ങൾ അരവണ പായസം തന്നെ തയ്യാറാക്കാൻ നോക്കണം. വ്യത്യസ്തമായ നല്ല രുചികരമായ ഒരു പായസമായിരിക്കും. സാധാരണ അരവണ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അമ്പലങ്ങളിൽ നിന്നാണ്, ഈ ക്ഷേത്രങ്ങളിൽ നിന്നാണ് നമ്മൾ കൂടുതലായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇത് നല്ല രീതിയിൽ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ വിഷു ദിവസം ഉണ്ടാക്കുക, വീട്ടിലെ പൂജാമുറിയിൽ ഭഗവാന് കുറച്ച് നീതിക്കുക, എന്നിട്ട് വീട്ടിലെ മറ്റംഗങ്ങൾക്ക് എല്ലാവർക്കും കൊടുക്കുക. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് അരവണ പായസം തയ്യാറാക്കി കഴിഞ്ഞു, നമ്മുടെ വിഷു സ്പെഷ്യൽ. ഒരിക്കൽ കൂടി എല്ലാ മാന്യപ്രേക്ഷകർക്കും വിഷുദിന ആശംസകൾ. ഇന്നത്തെ എപ്പിസോഡോട് അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ ഭൂമിയുമായി മാജിക് കാണാം.